ഒരു ഗ്ലാസ് ഗോതമ്പപ്പൊടി വെച്ചിട്ട് ഇതാ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമുക്ക് എത്ര കഷ്ണം വേണമെങ്കിലും വെട്ടിയെടുക്കുകയും ചെയ്യാം. നമ്മളിപ്പോൾ ഒരു കടയിൽ നിന്നൊക്കെ ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിൽ എത്രയോ പൈസ ഒക്കെ കൊടുക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ വലിയൊരു ചിലവോക്കാർ ഇനിയിപ്പോൾ എണ്ണയും ഓയിലൊക്കെ കഴിക്കാൻ പറ്റാത്ത ആളുകൾക്കും അതുപോലെ തന്നെ മധുരം കഴിക്കാൻ പറ്റാത്തവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റംസാണ് ഇട്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മെയിനായിട്ട് ഗോതമ്പ് പൊടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഗോതമ്പ് പൊടീൻ്റെ പാക്കറ്റ് ഞങ്ങൾക്കൊന്ന് കാണിച്ചത് എന്തിനാ വെച്ചാൽ ചിലപ്പോൾ ക്യാമറയിലൊക്കെ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഗോതമ്പ് പൊടിയൊക്കെ വൈറ്റായിട്ട് തോന്നും. അപ്പോൾ അത് മൈദയാണ്, നിങ്ങളെ പറ്റിക്കാന്നൊക്കെ പറഞ്ഞ് കമൻറ്റൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു പാക്കറ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഏതായാലും ഈ ഒരു ഗോതമ്പപ്പൊടി നമുക്കൊന്ന് നല്ലോണം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്ററി രൂപത്തിലാക്കിയെടുക്കണം. അപ്പോൾ ഗോതമ്പപ്പൊടിക്ക് നമുക്ക് ഒരു കപ്പ് ഗോതമ്പപ്പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. 250 ഗ്രാമിൻ്റെ ഒരു കപ്പ് ഗോതമ്പപ്പൊടി എടുത്ത് 300 ഗ്രാം കൊള്ളുന്ന വലിയൊരു ഗ്ലാസ്സിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ 200 ഗ്രാമിൻ്റെ നമ്മൾ സാധാരണ ചായയൊക്കെ കുടിക്കാൻ എടുക്കുമല്ലോ, ആ ഗ്ലാസ്സിനല്ല, കുറച്ചും കൂടെ വലുപ്പമുള്ള കുറച്ച് വണ്ണം തടിയൊക്കെ ഉള്ള ഗ്ലാസ്സിലാണ് കേട്ടോ ഞാൻ അളക്കണത്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട്, അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് നമ്മളത് മിക്സ് ചെയ്യണ്ട. കുറച്ച് വെള്ളം നമുക്ക് ഈ ഒരു പൊടിയൊക്കെ ഒഴിച്ചെടുക്കുക. എന്നിട്ട് കട്ടകളൊന്നുമില്ല അതൊന്ന് മിക്സ് ആയി എന്ന് കണ്ടതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു ഗ്ലാസ് വെള്ളം ഇതിൽ ആദ്യമേ പാർന്ന് ഒഴിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് അങ്ങോട്ട് മിക്സ് ആവില്ല. പിന്നെ പൊടികളൊക്കെ ഓരോ ബബിൾസായിട്ട് ഉള്ളൊന്നും നനയാതെ കട്ടകട്ടായിട്ട് കിടക്കുകയും ചെയ്യും. പിന്നെ നമ്മളതൊരു മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് അടിച്ചെങ്കിലേ അതൊന്ന് മിക്സായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു കപ്പ് ശർക്കര, ഏകദേശം ഒരു 3 അച്ച് ശർക്കര ഉണ്ടാവുള്ളൂ. 3 അച്ച് ശർക്കര ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുമ്പോൾ ഒരു കപ്പ് കറക്റ്റായിട്ട് കിട്ടും. അതാണ് ഇതിൻ്റെ കറക്റ്റ് മധുരം, നല്ലൊരു മധുരം ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് തീമ ചെയ്യും കേട്ടോ. അത് നല്ലോണം ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ, കാരണം നമുക്കതൊന്ന് അരിച്ചെടുക്കണം. ഞാനത് ശർക്കരയിലാണ് ഉണ്ടാക്കണത്. ഏത് ആർക്കും മധുരം കഴിക്കാൻ പറ്റാത്തവർക്ക് പോലും ഒരു കഷ്ണമൊക്കെ പൂതിക്ക് കഴിക്കണമെങ്കിൽ നമ്മൾ ശർക്കര വെച്ചിട്ട് തന്നെ ചെയ്യുക. പിന്നെ ഇത് കഴിക്കണ സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റും ശർക്കര ചെയ്യുമ്പോഴാണ്. അപ്പം ഇനി ശർക്കര ഇല്ലെങ്കിൽ ആരും ടെൻഷൻ ആവേണ്ട, പഞ്ചസാര വെച്ചിട്ടും ചെയ്തോളിട്ടോ. അപ്പോൾ മക്കളെ അങ്ങോട്ട് നോക്കിയാണ് ഞാനേ ബ്ലേഡാണ് കേട്ടോ അങ്ങോട്ട് എടുത്തിട്ടത്. ആ ഒരു മിക്സിൻ്റെ ജാറിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ബ്ലേഡ് പൊട്ടിപ്പോകുന്നത്. തേങ്ങ ഒന്ന് അരച്ചതാണ്, പക്ഷേ എന്താണെന്നറിയില്ല, പൊട്ടാനായിട്ട് പൊട്ടിയതായിരിക്കും. എന്നാലും മിക്സി ഞാനിങ്ങനെ അരക്കണ സമയത്ത് ഭയങ്കര സൗണ്ട്. അപ്പോൾ വലിയ ചിരട്ടപ്പൊട്ടൊക്കെ തട്ടിയാലുണ്ടാവുമല്ലോ മിക്സിക്കൊരു സൗണ്ട്, അതുപോലെ അതിനേക്കാളും സൗണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പൊട്ടി തെറിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് വേഗം ഓഫ് ചെയ്തു. പിന്നെ ഞാനിപ്പോൾ അരിക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു ബ്ലേഡ് കണ്ടത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അത് വേറെ എന്തെങ്കിലും വല്ല കടലയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കുറച്ചൊരു ഉറപ്പുള്ള എന്തെങ്കിലും പൊടിക്കുകയാണെങ്കിൽ, അരിയൊക്കെ വറുത്തിട്ട് പൊടിക്കുക, ഗോതമ്പ് വറുത്ത് പൊടിക്കുകയൊക്കെ നമ്മൾ വിചാരിക്കും അത് പൊടിച്ചതുകൊണ്ടാണല്ലോ പഠിച്ചോനെ എൻ്റെ ഈ ഒരു മിക്സിൻ്റെ ജാറ് കേടായത്, അത് അതിൽ ഇടണ്ടില്ലേ, ഇനി മിക്സിൻ്റെ ജാറ് കേടായത് നമ്മൾ ടെൻഷനാവും. പക്ഷെ തേങ്ങ അരച്ചിട്ട് മിക്സിൻ്റെ ജാറിൻ്റെ ബ്ലേഡ് പൊട്ടുക എന്നുള്ളത് ആദ്യമായിട്ടായിരിക്കില്ല കേൾക്കണേ. അപ്പോൾ ഏത് മുതലും ഉറപ്പ് കെട്ട് കഴിഞ്ഞാൽ അത് പൊട്ടും, അതാണ് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് ജാറ് വേറെ കിട്ടിയിട്ട് വേണ്ടി വരും. ഞാനിപ്പോൾ ഈ ഒരു ചണ്ടി ഉണ്ടല്ലോ, രണ്ടാമതും ആ ജാറിട്ടൊന്ന് അരച്ചിട്ടാണ് സാധാരണ ഞാൻ പിഴിഞ്ഞെടുക്കൽ. ഇപ്പോൾ ഏതായാലും അത് കേടായി. ഇനി അപ്പോൾ രണ്ടാമത് ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഒരു മുറി തേങ്ങ മിക്സിൻ്റെ ജാറിലിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലാണ്. അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ്. കോൺഫ്ലോർ നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതില്ലാന്നുണ്ടെങ്കിൽ ഇനി വേണമെങ്കിൽ ലേശം അരിപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വെറും ഗോതമ്പ് പൊടി തന്നെ മതി. ഞാൻ എന്താ വെച്ചാൽ നമ്മൾ ഇതിങ്ങനെ ഉണ്ടാക്കി വരുമ്പോൾ ഗോതമ്പ് പൊടിയെ ഒരു ഡാർക്ക് കളറ്, പിന്നെ ഈ നല്ല ഡാർക്ക് ശർക്കരയും കൂടിയാണ്. അപ്പോൾ ഈ ഡാർക്ക് ശർക്കരയും കൂടി ഒരുക്കിയിട്ട് നമ്മളിത് ഉണ്ടാക്കുമ്പോൾ നല്ല ഡാർക്കായിട്ട് നിൽക്കും നമ്മുടെ ഈ ഒരു പലഹാരം. അപ്പോൾ കുറച്ചൊരു ലൈറ്റ് ഡാർക്കായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കോൺഫ്ലോറായി ഒഴിച്ചെടുത്താൽ ഒന്നും കൂടെ കുറച്ചൊരു വൈറ്റിക്ക് വരുമല്ലോ, ഒരു യെല്ലോ ഷെയ്ഡ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇനിയിപ്പം കോൺഫ്ലോർ ഉപയോഗിച്ചിട്ട് കുറച്ച് ലൈറ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ലൈറ്റ് ശർക്കരയൊക്കെയാണ് നമ്മളെ പലഹാരം നല്ല ലൈറ്റ് കളറുണ്ടാവും. പഞ്ചസാരയാണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല കളറ് കിട്ടുകയും ചെയ്യും കേട്ടോ. നല്ല കുറച്ചൊരു യെല്ലോ കളറൊക്കെ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ആക്കുകയാണെങ്കിൽ നല്ല മഞ്ഞ കളറായിട്ട് കിട്ടും. ഏതായാലും
നമ്മൾ തേങ്ങാപ്പാൽ ഇതുപോലെ ഒരു ചട്ടി ഒഴിച്ചു കൊടുത്തിക്കണേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ ഗോതമ്പത്തിൻ്റെ ആ ഒരു ബാറ്ററും ഒരു ചട്ടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് മിക്സിയിൽ ചാറും ചുവറ്റി പാരുന്ന പോലെ തന്നെ നല്ലോണം ഒന്ന് ചുവറ്റി വയ്ക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഒരുപാട് വെള്ളം കൂടി എന്നുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് 2-3 ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവും. അതിപ്പോൾ എങ്ങനെയാലും ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഗോതമ്പ് പൊടി കുഴക്കാൻ വേണ്ടി നമ്മളെടുത്തു, ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. പിന്നെ തേങ്ങ അരക്കാനും അത് പിഴിഞ്ഞെടുക്കാനും പിന്നെ ശർക്കരയിലും എല്ലാം കൂടി ഒരു 3 ഗ്ലാസ് വെള്ളം ഉണ്ടാവും. 3 ഗ്ലാസ് എന്ന് പറഞ്ഞാൽ 250 ഗ്രാമിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തതിന് ഏകദേശം 1 ലിറ്റർ വെള്ളം വേണം കേട്ടോ. കാരണം എൻ്റെ ഗ്ലാസ് നിങ്ങൾ കണ്ടില്ല, വലിയ ഗ്ലാസ്സാണ്. അപ്പോൾ 1 ലിറ്റർ വേണം. 1 ലിറ്റർ വെള്ളം കപ്പ് എന്താണ് 1 ഗ്ലാസ് ഇതാണെങ്കിൽ ഗോതമ്പപ്പൊടി ആണെങ്കിൽ 1 ലിറ്റർ വെള്ളം. അപ്പോൾ 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചോളി. ചെറിയതാണെങ്കിൽ, വലിയ ഗ്ലാസ് ആണെങ്കിൽ 3 ഗ്ലാസ് ഒഴിച്ചോളി. ഏതായാലും ഞാൻ ആ ഒരു ശർക്കര പാനിയൊക്കെ ഇതിൽ ഒഴിച്ചു കൊടുത്തു. എല്ലാം റെഡി ആയതിൻ്റെ ശേഷം തീമക്ക് വെച്ചിരുന്നു കേട്ടോ. ഈ ഒരു കോൺഫ്ലോറും അതുപോലെ തന്നെ ഗോതമ്പപ്പൊടിയൊക്കെ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചൊന്നും ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും, തിളക്കാനിട ഉണ്ടാവില്ല, അപ്പോഴൊക്കെ ഇത് കുറുകും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത്, ഈ ഒരു സ്റ്റേജിലെത്തുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിക്കണം. ഒരുപാട് വേണ്ട, നമ്മൾ ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് നല്ലൊരു വെറൈറ്റി രുചി, നമുക്ക് ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ നല്ല രുചി കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടി ഇടേണ്ട കേട്ടോ. ഒരു 3/4 ടേബിൾ സ്പൂണുള്ള നല്ല ജീരകത്തിൻ്റെ പൊടി നിങ്ങളൊന്ന് ഇട്ട് നോക്കേണ്ടത് ഉണ്ടാക്കുമ്പോൾ. കാരണം ഇത് ഭയങ്കര ഒരു വെറൈറ്റി രുചിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ജീരകത്തിൻ്റെ ഫ്ലേവർ ഭയങ്കര ഒരു ഇതാണ്. അപ്പം ഇനിയിപ്പോൾ നല്ല ജീരകത്തിന് പൊടി ഇല്ലാന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ ആവണ്ട. നമ്മൾ ആ തേങ്ങ അരച്ചെടുത്തല്ലോ പാല് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു സമയത്ത് ആ ഒരു തേങ്ങയ്ക്ക് ഒരു 1/4 ടീസ്പൂണ് നല്ല ജീരകം പൊടിക്കാത്തതാണ് ഇട്ട് കൊടുത്താൽ അത് ശരിക്കും അങ്ങോട്ട് അരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അതിൻ്റെ ഫ്ലേവർ നമ്മൾ ആ ഒരു തേങ്ങ പിഴിഞ്ഞ പാലിൽ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ചെയ്യാം കേട്ടോ. ഇല്ലാത്തവർ അതുപോലെ തന്നെ ഏലക്കാപ്പൊടി ഇല്ലെങ്കിൽ ഏലക്കയും ആ ഒരു തേങ്ങൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഏലക്കാപ്പൊടി ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ നമ്മളോടിപ്പോൾ നാളൊരു കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് ഏലക്കാൻ്റെ പൊടിയൊക്കെ എവിടെ നിന്നാണ് കിട്ടുകയെന്ന്. അപ്പോൾ ഏലക്കാൻ്റെ പൊടി എന്ന് പറഞ്ഞാൽ കുറച്ച് ഏലക്ക വാങ്ങിയിട്ട് ഒന്ന് വെയിലത്ത് വെച്ചാൽ മതി, വറക്കരുത് കേട്ടോ. ഒന്ന് വെയിലത്ത് വെക്കുക. വെയിലത്ത് നിന്ന് ആ ചൂടോട് കൂടി എടുത്ത് കൊണ്ടുവന്നിട്ട് നല്ല ഉച്ച സമയത്തൊക്കെ, വെയിലിങ്ങനെ കൊണ്ട സമയത്ത് ഉച്ച സമയത്തൊക്കെ ആ ഒരു ഏലക്ക കൊണ്ടുവന്നിട്ട് കുറച്ച് പഞ്ചസാര, ഒരു കുഞ്ഞിക്കൈയിലോളം പഞ്ചസാരയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്താൽ നല്ലോണം പൊടി തരിക്കേണ്ട ഒന്നും ആവശ്യം വരില്ല. അപ്പോൾ ഇതിപ്പോൾ ഒരു മഴക്കാലത്താണ് ഞാൻ പൊടിച്ചത്. കുറച്ചൊക്കെ ഒരു മഴയുള്ള ടൈമിലായതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിൽ കൊണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് നല്ലോണം അങ്ങോട്ട് പൊടിഞ്ഞിട്ടില്ല. എന്നാലും നമുക്ക് എന്ത് പലഹാരം ഉണ്ടാക്കുമ്പോഴും ഇനിയിപ്പോൾ ചിക്കൻ കറി എന്ത് കറിയേക്കാളും ഒക്കെ നമുക്കിത് ഇടാൻ പറ്റൂട്ടോ. ചെറിയൊരു തരി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി എന്ന് പറഞ്ഞാൽ ഞാനിത് കുറച്ച് തോനെ സമയം ഇളക്കിയിട്ടുണ്ടാകും. ഒരു 15 മിനിറ്റോളം ഇങ്ങനെ ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലൊക്കെ ആയിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം ഇതിങ്ങനെ ഒന്ന് ഈ ഒരു സ്റ്റേജിലെത്താൻ വേണ്ടിയിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ കൂടെ തന്നെ നിന്ന് ഇളക്കൊന്നും വേണ്ട. കാരണം എന്താ വെച്ചാൽ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലല്ലേ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാനിപ്പോൾ ഇത് ഇങ്ങനെ തീമലിട്ട് കത്തിച്ചുകാണ്ട് എന്ത് ചെയ്തു, ഓരോ റൂമും അടിച്ചേരും. എന്നിട്ട് വന്നിട്ട് ഒന്ന് ഇളക്കും. അടിയിലൊന്നും പിടിക്കണില്ല, എന്നാലും ഞാനൊന്ന് ഇളക്കി കൊടുക്കും. എല്ലാ ഭാഗം ഒന്ന് കുക്കായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് രണ്ടാമതൊരു റൂം അടിക്കും, എന്നിട്ട് ഇളക്കി കൊടുക്കും. അങ്ങനെ വീട് മുഴുവനും അടിച്ചു വാരലും അതുപോലെ തന്നെ സിറ്റൗട്ട് അടിച്ചേരലും തുടക്കലൊക്കെ ഇതിൻ്റെ അടി കഴിച്ചു. കാരണം ഓരോ സമയത്തും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് വന്ന് ഇളക്കിയിട്ടുള്ളൂ. കാരണം ഒരു അരമണിക്കൂറൊന്നും ഇപ്പോൾ ഇത് ഇളക്കി കുത്തിർക്കൽ വേണമല്ലോ കേട്ടോ. പിന്നെ സ്റ്റീൽ പാത്രത്തിലോ അലുമിനിയം പാത്രത്തിലോ നിങ്ങളിത് ചെയ്യാൻ നിൽക്കേണ്ട. എന്തായാലും അടിക്ക് പിടിക്കും, കരിയും, ആകെ പണി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുകയാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ ഇങ്ങനെ കിഞ്ഞ് വരുന്ന സമയമായപ്പോഴേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു കുക്കർ നമ്മൾ എന്തിലാണോ ഇത് സെറ്റ് ചെയ്യണത് അതൊന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഈ കുക്കറിൽ ചെയ്യണ കാരണം എന്താ വെച്ചാൽ കുക്കറിലാകുമ്പോൾ നല്ല റൗണ്ടിൽ നല്ല ഷേപ്പിൽ കുറച്ച് കട്ടിയിലും ചെറിയ കുക്കറാണല്ലോ. അപ്പോൾ ഒരു 2 ലിറ്ററിൻ്റെ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തോളി. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം, പിസ്ത ഒക്കെ അതിൻ്റെ അടിയിൽ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ വെച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും വെച്ചിട്ടില്ല. നമ്മൾ സാധാരണക്കാരായ ആളുകൾ അടുക്കലുണ്ടാകുന്ന ഇപ്പോൾ കുറച്ച് എള്ളൊക്കെ അല്ലേ,
അപ്പം ഞാൻ കുറച്ച് കറുത്ത എള്ളും വെളുത്ത എള്ളും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ദാണ്ട് ഇട്ടിട്ടുള്ളൂ. ചാടിട്ടോ, ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ചാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി ആ ഒരു ചൂടോട് കൂടി തന്നെ നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ തന്നെ സൈഡൊക്കെ വിടുന്നുണ്ട്, സൈഡ് ഒട്ടിപ്പിടിക്കും, അങ്ങനെ വേണ്ട, ഒരു പ്രശ്നവുമില്ല കേട്ടോ, ഒരു ടെൻഷനും ആവണ്ട. പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു കുക്കറിൽ ഒരിത്തിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ എള്ളിട്ട് കൊടുത്തിക്കണത്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കട്ടോ. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് ശരിക്കും ചൂടാറും. അപ്പോൾ നല്ലോണം ചൂടാറണമെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് ഇതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ തണുപ്പ് കാലമൊക്കെ ആണല്ലോ, ഏതും വേഗം തണുക്കുമല്ലോ. അപ്പോൾ ഇതാ ഞാനൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. പെട്ടെന്ന് തന്നെ ഇതാ ഒരു സൗണ്ടൊക്കെ അല്ലേ, സൈഡൊന്നും കുടുങ്ങിക്കെടുക്കുകയൊന്നുമില്ല കൊഴുത്തുമ്പോൾ. മാഷാ അല്ലാ, അടിപൊളിയാണ് കേട്ടോ. എന്തൊരു ഭംഗി കാണാൻ. എന്നാൽ ഭംഗി മാത്രമല്ല മക്കളെ, ഇത് കഴിക്കാൻ വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് ഗോതമ്പ് പൊടിയിലാണ് നമ്മൾ ചെയ്തത് എന്ന് നമുക്ക് യാതൊരു പിടുത്തം കിട്ടൂല. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഹൽവ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ തോറ്റ് തൊപ്പിട്ട് പോകും. കാരണം അത്രക്കും രുചികരമായിട്ടുള്ള, അതും എണ്ണ ഒട്ടും ചേർക്കാതെ ഇപ്പോൾ ആർക്കും കഴിക്കാൻ. ഇപ്പോൾ ഷുഗർ പേഷ്യൻ്റൊക്കെയാണ്, കൊളസ്ട്രോളുള്ള ആളുകളാണെന്നൊക്കെ വിചാരിച്ചിട്ടൊന്നും മാറി നിൽക്കേണ്ട. ഒരു കഷ്ണമൊക്കെ ആർക്കും കഴിക്കാം. പിന്നെ അതൊന്നും ഇല്ലാത്തവർക്ക് ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യാം. ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ച് ഇങ്ങനെ ഓരോ കഷ്ണം കഴിക്കുമ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ ഇതുപോലൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ എന്താ പറയുക, ഓൾക്കും ഇഷ്ടമാവും, നമുക്കും ഇടയ്ക്കൊക്കെ ഒരു കഷ്ണമൊക്കെ കഴിക്കാനും പോതിയല്ലേ. പഞ്ചസാര ഏത് മധുരം ഇഷ്ടമില്ലാത്തവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞ പോലെ നല്ല സോഫ്റ്റ് പഞ്ഞി കെട്ടാണ് കേട്ടോ. ഈ ഒരു നല്ല ജീരകത്തിൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ ഏലക്കൻ്റെ ഫ്ലേവറും ശർക്കരയും തേങ്ങാപ്പാലും ചേർന്നാൽ തന്നെ പിന്നെ എന്ത് രസമല്ലേ. പിന്നെ മൊഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് എള്ള് നമുക്ക് കഴിക്കുന്നതും നല്ലത് തന്നെയാണ്. അപ്പോൾ കുറച്ച് എള്ളൊക്കെ നമ്മളിതിങ്ങനെ വിരകി ഉണ്ടാക്കുന്നുണ്ടല്ലോ, ആ ഒരു സമയത്തും കുറച്ച് എള്ളൊക്കെ ഇതിൽ ഇട്ട് കൊടുത്താൽ മതി ആ ഒരു ബാറ്ററിൽ. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ആ ഏലക്കാപ്പൊടിയും നല്ല ജീരകമൊക്കെ ഇട്ട് കൊടുത്തില്ലേ, അതുപോലെ ആ ഒരു സമയത്ത് കുറച്ച് വെള്ളമൊക്കെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക. നല്ലതാണ്ടത് കഴിക്കുമ്പോൾ ഇങ്ങനെ ഓരോ കടി ഇങ്ങനെ കിട്ടുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല, കാരണം വീഡിയോ കാണുമ്പോൾ ഇനിയിപ്പോൾ ഒരു അണ്ടിപ്പരിപ്പോ മുന്തിരിയൊക്കെ ഇടുമ്പോൾ അതില്ലാത്തവരാണെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ ഇത് ഉണ്ടാക്കുക, ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ ഇതിടാഞ്ഞാൽ എന്നുള്ള ടെൻഷൻ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി പലഹാരമാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതിലെളുപ്പത്തിലും രസത്തിലൊരു പലഹാരം ഉണ്ടോയെന്ന് തന്നെ അറിയില്ല. അതിങ്ങനെ മുറിക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ, ഇഷ്ടം പോലെ കഷ്ണങ്ങൾ വെട്ടിയെടുക്കാനും പറ്റും. ഒരു വെറൈറ്റി രുചിയാണ് കേട്ടോ. ഹൽവ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാവും ഇത്. ഗോതമ്പ് പൊടിൻ്റെ ഒരു രുചി ഇവിടെ ഇല്ല, എന്നാലും ഗോതമ്പ് പൊടിക്ക് ഇങ്ങനെ ഇതൊക്കെ ചേർക്കുമ്പോൾ ഒരു വെറൈറ്റി രുചിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ ചെയ്യട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതൊന്ന് പോയിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതൊന്ന് പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഫേസ്ബുക്ക് പേജിലെത്തും. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.